ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഈ മട്ടന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3 ടേബിൾ സ്പൂണ് തൈര്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നെയ്യും കൂടെ കൂട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചി, 3 വെല്ലുള്ളി, പച്ചമുളക്, 1 ബൗള് വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും വേണ്ട, അതുപോലെ ഒന്നിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുക. 2 വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മട്ടനൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മട്ടനിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെല്ലുള്ളി ഒന്നിച്ച് ക്രഷ് ചെയ്തില്ല, അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി വഴറ്റിയെടുക്കണം. ഇടയിൽ നമ്മൾ മട്ടനൊന്നിങ്ങനെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ മെല്ലെ വേണം. ഞാൻ വിസിൽ വരുത്തിയിട്ടില്ല, ഇങ്ങനെ അടച്ച് വെച്ച് ഇളക്കി വേവിച്ച് എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതാ നമ്മളെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ വഴന്ന ഉള്ളിയിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മട്ടയിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി ചേർത്താൽ മതി. കളറ് കൂടിയാൽ നല്ല ഭംഗിയിൽ കിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനി 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അര സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില, പുതിനയില ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, മട്ടനിൽ ഉപ്പ് ചേർത്തതാണ്. ഇതിൽ കുറച്ച് 1 നാരങ്ങേൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി മിക്സ് ചെയ്യുക. എല്ലാം പാകമാണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. മസാല നമ്മൾ വെന്ത് വന്ന മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ കൂടെ മട്ടനിലേക്ക് ഇറങ്ങട്ടെ. നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 വെല്ലുള്ളി, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ബേ ലീഫ്, 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കരിഞ്ഞു പോയത്, കരിഞ്ഞു പോയാൽ ചോറിന് കളറ് വ്യത്യാസം വരും. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം വേണം. 6 കപ്പ് തയ്ച്ചിട്ടില്ല, 5.25 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ.
എന്നാലേ ചോറ് വേവ് പാകത്തിനായി വരും. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കുക. നമ്മൾ ആ മട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണേ. വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഗ്രേവിയൊക്കെ നന്നായിട്ട് ഉണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം. അലുമിനിയത്തിൻ്റെ ചെമ്പൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നോക്കണേ. അപ്പോൾ ഈ ഒരു കപ്പിന് 3 കപ്പ് അരിയാണ് എടുത്തത്. ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളച്ചോ നോക്കാം. വെള്ളം തിളച്ചിട്ടില്ല. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ അരി ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബീവീസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയും ചെയ്യരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. കുറച്ച് നിറഞ്ഞ് നിൽക്കണ്ടേ ചോറ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക കുറച്ച് നേരം. നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. ഈ ഗാർണിഷിങ് വേണ്ടവർക്ക് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. നമുക്ക് ചോറ് ദം ചെയ്യാം, റെഡിയാക്കാം. നമ്മളെ മട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വന്ന ചോറ് അതിന് മേലെ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഒരു 3/4 ഭാഗം വന്നാൽ മതി. ഇനി ദമ്മിൽ കിടന്ന് അതിൽ വെന്തോളും. ഒരു ചെറിയ തീയിൽ അടിയിൽ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ചോറ് വിളമ്പിയാൽ നല്ല അടിപൊളി ചോറായിരിക്കും. അപ്പോൾ ചോറ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് മേലെ കുറച്ച് ഗരം മസാല വിതറി കൊടുക്കുക. പിന്നെ മല്ലിയില പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്യാരറ്റ് ഇതും കൂടെ ചേർത്ത് നമ്മൾ പൊരിച്ച അണ്ടി മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക ചെറിയ തീയിൽ കേട്ടോ. അപ്പോൾ മട്ടൻ ബിരിയാണി റെഡിയായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.